പ്രിയ സുഹൃത്തുക്കളെ, കാശ്മീരിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് സോൻമാർഗിലുള്ള തജ്വ ഗ്ലേസിയർ. ശ്രീനഗറിൽ നിന്നും സോൻമാർഗിലേക്ക് എത്തിച്ചേരുന്ന നമ്മൾക്ക് സോൻമാർഗിലെ ബേസ് ക്യാമ്പിൽ വരെ മാത്രമേ നമ്മളുടെ വാഹനത്തിലോ ശ്രീനഗറിൽ നിന്നും നമ്മൾ വരുന്ന ടാക്സിയിലോ എത്തിച്ചേരുവാൻ സാധിക്കൂ. അവിടെ നിന്നും യൂണിയൻ ടാക്സി അവരുടെ ഒരു ഏകീകൃത സംവിധാനമുണ്ട്. അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ഡ്രൈവർമാർക്ക് വരുമാനമുണ്ടാക്കുവാനുള്ളൊരു മാർഗമായാണ് അവർ അതിനെ കാണുന്നത്. അപ്പോൾ ആ യൂണിയൻ്റെ ഡ്രൈവർ നമ്മളോട് വന്ന് അവിടെ പോകേണ്ട സ്ഥലങ്ങളും അതിനെന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതും വിശദീകരിക്കും. അവർ പറയുന്ന ഒരു റേറ്റ്, അത് അവരൊരു മാഫിയ പോലെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്. കാരണം നമുക്ക് നടന്നുപോയി സ്ഥലങ്ങൾ കാണുവാനോ ഒന്നും പറ്റാത്തൊരു സംവിധാനത്തിലാണ് അവരത് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ രണ്ട് ഓപ്ഷനുകളാണുള്ളത്. തജ്വ ഗ്ലേസിയറിലോട്ടുള്ള സന്ദർശനവും സോജില പാസ് വഴി 0 പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലം വരെ വിസിറ്റ് ചെയ്യുവാനുള്ള ഒരു സംവിധാനവുമാണ് അവിടെ നിന്ന് ഒരുക്കുന്നത്. അതിൽ തന്നെ ഇത് രണ്ടും കൂടി അവരൊരു റേറ്റ് പറയും. പിന്നീട് അതിലേക്ക് നമ്മൾ വില പേശി ബാർഗെയിൻ ചെയ്ത് നമ്മളൊരു റേറ്റിലോട്ട് കൊണ്ടുവരണം. അത് നമ്മളുടെ കഴിവിനനുസരിച്ചാണ് നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുന്നത്. അതിൽ നമുക്ക് ഭാഷാപരമായിട്ടുള്ള പരിമിതികൾ അവിടെയുണ്ട്. എങ്കിൽ തന്നെ പരമാവധി വില പേശി ഞങ്ങളോട് 12,000 രൂപയാണ് 2 പേർക്ക് പോണി റൈഡ്, അതായത് കുതിരസവാരിയിൽ തജ്വ ഗ്ലേസിയർ സന്ദർശിക്കുന്നതിനും 0 പോയിന്റിലേക്ക് പോകുന്നതിനും വേണ്ടി അവർ ചോദിച്ചത്. ഒരുപാട് വിലപേശി അവസാനം 8,000 രൂപയ്ക്ക് അവർ ഏറ്റു. 2 പേർക്ക് കുതിരപ്പുറത്ത്, അതായത് പോണി റൈഡ്, അതിൽ തജ്വ ഗ്ലേസിയറിലേക്ക് പോകുന്നതിനും പിന്നീട് ഒരു കാറിൽ 0 പോയിന്റിലേക്ക് പോകുന്നതിനും. 0 പോയിന്റിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് പങ്കുവയ്ക്കാം. അപ്പോൾ തജ്വ ഗ്ലേസിയറിൽ എത്തിച്ചേർന്നാൽ നമുക്ക് മനോഹരമായ കാഴ്ചകളാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഫ്രെയിമുകളും മനോഹരമായ കാഴ്ചകളും നമ്മളെ ഹിന്ദി സിനിമ ബജ്രംഗി ഭായിജാനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ലൊക്കേഷനൊക്കെ, അതിൻ്റെ അവസാനത്തെ ക്ലൈമാക്സ് സീനൊക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. വീഡിയോയിൽ കൂടുതലും സെൽഫി ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം ഇത് ഒരു സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുക എന്നുള്ളൊരു ഉദ്ദേശമില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ മുഖം കൂടുതലായി കടന്നു വന്നിട്ടുണ്ട്. അത് ക്ഷമിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ ആസ്വദിക്കുക. ഇവിടേക്ക് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവിടെ ഭക്ഷണം എന്തെങ്കിലും നമ്മൾ കരുതിക്കൊണ്ട് പോകുക. കാരണം ഒരു ഫുൾ ഡേ നമുക്ക് ചിലവാകുന്നതാണ്. അവിടെ നമുക്ക് മാഗി, 10 രൂപയുടെ മാഗി അവർ 150 രൂപയ്ക്ക് നമുക്ക് തരും. കാരണം അത്ര അവർ കൊണ്ട് ചെല്ലേണ്ടതാണ് അവിടെ വരെ. കുതിരപ്പുറത്തൊക്കെ വരുന്നതിൻ്റെ എക്സ്പെൻസ് ആയിരിക്കും. എങ്കിലും നമുക്ക് മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും തന്നെ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർ എന്തെങ്കിലുമൊക്കെ കൂടി കരുതി പോകുക. എല്ലാവരും ആസ്വദിക്കുക. തുടർന്ന് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. മറ്റൊരു വീഡിയോയിൽ ഞാൻ സോജില പാസിലേക്കുള്ള വീഡിയോ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. അതും ഇതുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.